ഒടുവിൽ എല്ലാ ബഹളത്തിന് ശേഷമുണ്ട് അങ്ങനെ ഷിംജിതയ്ക്കുണ്ട് ഈ ജാമ്യം കിട്ടിയിരിക്കുകയാണ്. ഇത് നേരത്തെ പ്രതീക്ഷിച്ചുള്ളൊരു കാര്യം തന്നെയാണ്. ഒരുപാട് നാളൊന്നും കിടക്കത്തില്ല. ഇതാദ്യമേ ഉണ്ട് ആൾക്കാർ ഭയങ്കരമായിട്ട് ഇതേ കണക്ക് സംസാരിക്കുമ്പോഴത്തേക്കുണ്ട് ആ ഒരു സമയത്തുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കുണ്ടെങ്കിൽ അവരൊക്കെ പുഷ്പം പോലെ ഊരി പോകുന്നതായിരിക്കും. ആദ്യമേ ഒരു രണ്ടു വട്ടം ട്രൈ ചെയ്തപ്പോൾ ഒന്നും ജാമ്യം കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ അതിന് ശേഷം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതേ കണക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട്. അതോടെ തന്നെ ഉണ്ടെങ്കിൽ നിബന്ധനകളും ഉണ്ട്. ഇതേ കണക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒപ്പ് എണ്ണ എല്ലാ ആഴ്ച എന്നുള്ള രീതിയിലൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിനെ പറ്റിയുള്ള കേസുകൾ ആൾക്കാർ മറന്നു തുടങ്ങും. എവിടെയൊക്കെ ഉണ്ടെങ്കിൽ രക്ഷപ്പെടാനുള്ള സാധ്യതയാണ് വളരെയധികം കൂടുതൽ. നമ്മുടെ വലിയ വലിയ കേസുകളോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കോൺട്രവേഴ്സി ആയിട്ടുള്ള കേസുകളൊക്കെ ആണെങ്കിൽ കുറച്ച് നാൾ ആൾക്കാർ ഇതേ കണക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഓർക്കത്തോലും ഇല്ല. പുതുതായിട്ട് ഏതെങ്കിലും കേസ് വരുമ്പോൾ അതിൻ്റെ പുറകെ പോകുന്നതായിരിക്കും. ഇതേ കണക്ക് ഉണ്ടെങ്കിൽ ഇവരെ പോലത്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അധികം നല്ല വെളിയിൽ വരുന്നതായിരിക്കും ഈസി ആയിട്ട്. നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ചെറിയ കേസുകളിൽ അല്ലെങ്കിൽ ഇതേ കണക്കുള്ള കേസുകളിൽ പെട്ട് കഴിഞ്ഞാൽ വലിയ ശിക്ഷയൊന്നും അധികമായിട്ട് കിട്ടത്തുമില്ല. സോ ഇവർക്കുണ്ട് ഇതിനകത്തുള്ള ആൾക്കാർക്ക് വളരെ ഈസിയാണ് ഇങ്ങനത്തുള്ള കാര്യങ്ങളിൽ നിന്ന് വെളിയിൽ വരാനും. ഇതേപോലത്തുള്ള പാവങ്ങൾ പിന്നെയും പിന്നെയും ഇതേ കണക്കത്തുള്ള ഓരോരോ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവൻ പോകുന്നതല്ലാതെ വേറെ ഒന്നും നടക്കത്തില്ല. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.